നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KTM ബൈക്ക് കവർന്ന 2 പേരെ സാഹസികമായി പിടികൂടി മഞ്ചേശ്വരം പോലീസ്. കോളിയടുക്കം ലക്ഷം വീടിലെ അബ്ദുൽ ബാസിത്ത്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. മടിക്കൈ വയൽത്തോടിന് പുനർജന്മം. ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ക്യാമ്പയിൻ ആരംഭിച്ചു. കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാന കളിയാട്ട മഹോത്സവം ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മധൂർ ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം. രഥയാത്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേർന്നു. കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസും 11 ദിവസത്തെ മതപ്രഭാഷണവും ജനുവരി 1 മുതൽ 12 വരെ ഉറൂസിനായി നടത്തിവരുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. സബരിയ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ നടന്നു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബൈക്ക് മോഷണ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന 2 പേരെ സാഹസികമായി പിടികൂടി മഞ്ചേശ്വരം പോലീസ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോളിയടുക്കം ലക്ഷം വീടിലെ അബ്ദുൽ ബാസിത്ത്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. ഉപ്പള സ്വദേശിയായ മുഹമ്മദ് ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള KTM ബൈക്കാണ് ഇവർ കവർന്നത്. ബൈക്ക് മോഷണം പോയതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് 100ഓളം CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇവയിൽ നിന്നും പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് വിദ്യാനഗറിൽ വെച്ച് നടത്തിയ സാഹസികമായ നീക്കത്തിലൂടെയാണ് അബ്ദുൽ ബാസിത്തിനെയും മുഹമ്മദ് അഫ്സലിനെയും കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ് DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ രതീഷ് ഗോപി, സുമേഷ് രാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൽ സലാം PM, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ ഭക്ത ശൈവൻ CH, സന്ദീപ് M, അനീഷ് കുമാർ KM എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശപ്രകാരം കവർച്ചാ കേസുകൾക്ക് തടയിടുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കേസിന്റെ അന്വേഷണം ഊർജിതമാക്കിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരത്തിൽ ടാങ്കർ ലോറിയിൽ നിന്നും ഭക്ഷ്യ എണ്ണ ചോർന്നതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായത് 5 മണിക്കൂറോളം. ബുധനാഴ്ച രാത്രി 10:30 മണിയോടെയായിരുന്നു സംഭവം. മംഗളൂരുവിൽ നിന്നും വരികയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് എണ്ണ ചോർന്നത്. കാസർഗോഡ് നഗരത്തിലെ ദേശീയപാതയിലാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഭക്ഷ്യ എണ്ണ ചോർന്നത്. 5 മണിക്കൂർ നേരമാണ് ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 10:30 മണിയോടെയായിരുന്നു സംഭവം. മംഗളൂരുവിൽ നിന്നും വരികയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് എണ്ണ ചോർന്നത്. ഇതേ തുടർന്ന് 75 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ എണ്ണ തളം കെട്ടിക്കിടന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. മണിക്കൂറുകളോളം റോഡിൽ വെള്ളം ചീറ്റി കഴുകിയിട്ടും പൂർണ്ണതോതിൽ എണ്ണ നീക്കം ചെയ്യുവാൻ സാധിച്ചില്ല. ഒടുവിൽ ദേശീയപാതയുടെ കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ലിമിറ്റഡിൻ്റെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് എണ്ണ നീക്കം ചെയ്തു. തുടർന്ന് എംസാൻഡ് വിതറിയാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. പുലർച്ചെ 3 മണിയോടെയാണ് വാഹനങ്ങളെ കടത്തിവിടുവാൻ സാധിച്ചത്. കാസർഗോഡ് ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ S സാദിഖ്, T അമൽരാജ്, M രമേശ, പ്രവീൺ TV എന്നിവരാണ് എണ്ണ നീക്കം ചെയ്യുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ട ക്യാമ്പയിൻ ആരംഭിച്ചു. മടിക്കൈ വയൽത്തോടിന് പുനർജന്മമേകിയായിരുന്നു 3ാം ഘട്ട ക്യാമ്പയിന് തുടക്കമായത്. മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കളക്ടർ K ഇമ്പശേഖറും ചേർന്ന് നിർവഹിച്ചു. നീർച്ചാലുകളെല്ലാം ശുചീകരിക്കുന്നതിനും തടസ്സപ്പെട്ട ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ട ക്യാമ്പയിൻ ആരംഭിച്ചു. പൂത്തക്കാലിലെ മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കളക്ടർ K ഇമ്പശേഖറും നിർവഹിച്ചു. ഒരുപാട് വികസനങ്ങൾ വന്നു കഴിഞ്ഞു. നാട്ടിൽ ഇതിനു മുൻപ് ഒരു 10 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന തോട് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ വീതി കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് പല പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ ഉള്ള ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത്.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ, ഹരിതകേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹരിതകേരളം മിഷൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി മലിനീകരണപ്പെട്ട തോടുകളെല്ലാം ശുചീകരിക്കുവാനുള്ള കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 700ഓളം ചെറു തോടുകൾ ശുചീകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാനത്തെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെ നടക്കും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികലശവും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. നാൽവർ ദൈവങ്ങളുടെ പ്രധാന സ്ഥാനങ്ങളായ കനകത്തൂർ കൊട്ടാരം, കളരിവീട്, പടിപ്പുര കാവ് എന്നിവിടങ്ങളിൽ ഈ ചടങ്ങുകൾ നടക്കും. തുടർന്ന് കളരിവീട്ടിൽ വെച്ച് തറവാട്ടിലെ കാരണവരുടെയും വ്രതക്കാരുടെയും സാന്നിധ്യത്തിൽ കാനത്തൂർ പുതുക്കുടി തറവാട്ടുകാരണവർ ദൈവക്കോലധാരികൾക്ക് അടയാളം നൽകുന്ന ചടങ്ങും നടക്കും. 30, 31 ജനുവരി 1 എന്നീ ദിവസങ്ങളിൽ വിവിധ സമയങ്ങളിലായി വൈവിധ്യമാർന്ന തെയ്യങ്ങൾ അരങ്ങേറും. ജനുവരി 2-ന് രാവിലെ 9 മണി മുതൽ കഴകം ഒപ്പിക്കൽ ചടങ്ങും അനുബന്ധ കർമ്മങ്ങളും നടക്കും. കളിയാട്ട ദിവസങ്ങളിൽ രാപ്പകലുകളിലായി ഇളയോർ, മൂത്തോർ, പഞ്ചുർലി, ബമ്പേരിയൻ, മാണിച്ചി, കുണ്ടങ്കലയൻ, രക്തേശ്വരി, വിഷ്ണുമൂർത്തി, പാഷാണമൂർത്തി തുടങ്ങിയ തെയ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹാശിസ്സുകൾ നൽകും. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം, അവർക്കുണ്ടാകുന്ന സൗകര്യം, പാർക്കിംഗ്, എല്ലാവർക്കും ഏതു നേരം പോയാലും അന്നദാനം നൽകുന്ന പന്തൽ, അതെല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആബാലവൃദ്ധം ജനങ്ങളെല്ലാവരും അത് ഒരു തറവാടിൻ്റെ ഉത്സവമായിട്ടല്ല, ആ നാട്ടിൻ്റെ ജനകീയ ഉത്സവമായിട്ടാണത് ഞങ്ങളിപ്പോൾ നാട്ടിൽ ആഘോഷിക്കുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയമോ മത ജാതി ചിന്തകളോ ഒന്നുമില്ലാതെ നാട് ആ ഒരു ഉത്സവത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. മാനേജിംഗ് ട്രസ്റ്റി കെ പി ഗോപിനാഥൻ നായർ, ജനറൽ സെക്രട്ടറി കെ പി ബലരാമൻ നായർ, ട്രഷറർ കെ പി മുരളീധരൻ നായർ, സെക്രട്ടറിമാരായ കെ പി ബാലചന്ദ്രൻ നായർ, കെ പി ജ്യോതിചന്ദ്രൻ എന്നിവരും കെ പി ജയകൃഷ്ണൻ, കെ പി ശ്രീജിത്ത്, കെ പി ചിദാനന്ദൻ, വി വി പ്രഭാകരൻ, എം രാഘവൻ നായർ, രാമകൃഷ്ണൻ എരിഞ്ഞിപ്പുഴ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാം ഉറൂസും 11 ദിവസത്തെ മതപ്രഭാഷണവും ജനുവരി 1 മുതൽ 12 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഉറൂസിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1-ന് വൈകിട്ട് 4 മണിക്ക് അത്താവുള്ള തങ്ങൾ എം.എ പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും. മഖാം സിയാറത്തിന് കുമ്പോൽ KS അറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തും. രാത്രി 8:30-ന് KJ ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ മതപ്രഭാഷണം ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ വാഗ്മികളും മതപണ്ഡിതന്മാരും പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും. 11-ന് രാത്രി 7-ന് സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തും. മുദരസ് MP മുഹമ്മദ് സാദി അധ്യക്ഷത വഹിക്കും. ഹാഫിള് സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തും. കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ സംസാരിക്കും. 12-ന് രാവിലെ 10 മണിക്ക് KS അലി തങ്ങൾ കുമ്പോൾ മൗലീദ് മജ്ലിസിന് നേതൃത്വം നൽകും. സിറാജ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഖത്തീബ് അബ്ബാസ് താരിമി അൽ മുർഷിദി, ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹൊസമനെ, ജനറൽ സെക്രട്ടറി ഹമീദ് KK, ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് കരീം അൽ ബറക്ക, ഉറൂസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാമു കല്ലക്കട്ട, ഉറൂസ് കമ്മിറ്റി ട്രഷറർ റഹീം, ഉറൂസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, ഉറൂസ് കമ്മിറ്റി വർക്കിംഗ് സെക്രട്ടറി ജാസിം കടമ്പാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിൻ്റെ പ്രചരണാർത്ഥം രഥയാത്ര നടത്തും. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് രഥയാത്ര പുറപ്പെടുന്നത്. യാത്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധുർ ക്ഷേത്ര പരിസരത്ത് യോഗം സംഘടിപ്പിച്ചു.
മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവത്തിൻ്റെ പ്രചരണാർത്ഥം രഥയാത്ര നടത്തുന്നു. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് രഥയാത്ര പുറപ്പെടുന്നത്. മാനിലെ സ്വാമിജിയും തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ ഗൗരിബായി ലക്ഷ്മി തമ്പുരാട്ടിയും രഥയാത്രയ്ക്ക് തിരികൊളുത്തും. യാത്രയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധൂർ ക്ഷേത്ര പരിസരത്ത് യോഗം ചേർന്നു. മാനിലെ ശ്രീധാമ മഠാധിപതി രാമഹംസ മോഹൻദാസ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ಈ ರಥಯಾತ್ರೆಯನ್ನು ಕೂಡ ಆ ಭಗವಂತನ ಮೇಲೆ ಭಾರ ಹಾಕಿ ಒಳ್ಳೆ ಸುಖಾಂತ್ಯದಲ್ಲಿ ಅಲ್ಲಿ ಪ್ರಾರಂಭಿಸಿದಂಥ ರಥಯಾತ್ರೆ ರಥ ಮುಟ್ಟಿ ಇಲ್ಲಿ ಬಹುಶಃ ಬ್ರಹ್ಮಕಲಶದ ಕೊನೆಯ ತನಕ ರಥ ಇಲ್ಲಿಯೇ ಇರ್ತದೆ. ಆ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲಿಕ್ಕೆ ಯಾವುದೇ ಒಂದು ಅಭಿಪ್ರಾಯ ಭೇದವನ್ನು ಮಾಡದೆ ಇನ್ನು ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮ ಇದು ಅಂತಲ್ಲ, ಇನ್ನು ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಯಾವುದೇ ಅಭಿಪ್ರಾಯ ಭೇದ ಇಲ್ಲದೆ ಭಗವಂತ ನಮ್ಮನ್ನು ಹತ್ರ ಕೊಂಡೋಗ್ತಾ ಇದ್ದಾನೆ. ಅಭಿಪ್ರಾಯ ಭೇದಗಳು ಎಷ್ಟೋ ಬರ್ತದೆ, ಇಲ್ಲಿ ಬರೋದಿಲ್ಲ, ಎಲ್ಲ ಕಡೆ ಇದ್ದದ್ದು. ಆದರೆ ಭಗವಂತ ನಮ್ಮನ್ನು ಹತ್ರ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದಾಗಿದೆ, ನಮ್ಮ ಮುಟ್ಟಿಯಾಗಿದೆ. ഗംഗാജി തീർത്ഥസ്വാമികൾ ആശീർവചനം നടത്തി. ഗിരീഷ് സന്ധ്യ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രതന്ത്രി ദേരബയിൽ ശിവപ്രസാദ്, ബ്രഹ്മകലശ സമിതി പ്രസിഡന്റ് BS റാവു, വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് കാമത്ത്, ജനറൽ സെക്രട്ടറി ജയദേവ ഖണ്ഡികെ, ഉടുപ്പി സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് T തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അനന്തരാമ സ്വാഗതവും മുരളീഗട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജ് 1999 ബാച്ച് വിദ്യാർത്ഥികളുടെ രജത ജൂബിലി പുനഃസമാഗമം 27-28 തീയതികളിലായി നടക്കും. KL14 LBS 99 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജ് 1999 ബാച്ച് വിദ്യാർത്ഥികളുടെ രജത ജൂബിലി പുനഃസമാഗമം KL14 LBS 99 ഡിസംബർ 27-28 തീയതികളിലായി നടക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ 150 മുതിർന്ന എഞ്ചിനീയർമാർ പങ്കെടുക്കുമെന്നും വിരമിച്ചവരും സർവീസിലുള്ളവരുമായ 30-ലധികം അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൺമറഞ്ഞുപോയ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്മരണയ്ക്കായി ക്യാമ്പസിൽ സംഗമത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നടുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. ക്യാമ്പസിൽ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ച് മുൻകൈ എടുത്തിട്ട് കോളേജ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ കോളേജിൽ കുറച്ച് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ നിന്നൊരു 2 സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് കോളേജിൽ എല്ലാവരും വൃക്ഷത്തൈകൾ നടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. ഈ പറയുന്ന ബേക്കലിൽ നടക്കുന്ന പരിപാടിയിൽ ഞങ്ങളുടെ തന്നെ കുറച്ച് കലാപരിപാടികളും ഒക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രം, അലുമിനി മാത്രം, ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഗെറ്റ് ടുഗദറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഡോക്ടർ അൻവർ SR, ദിലീപ് കുമാർ P, ഷബീന, അബ്ദുൽ റഹിമാൻ, സമീറ AK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദറു മഹാമാതെ മൊകയറ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ മെമ്പർ AK ശങ്കർ ആദൂരിനെ അനുമോദിച്ചു. ബദിയടുക്ക സാംസ്കൃതിക ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മധൂറു ശ്രീ മദറു മഹാമാതെ മൊകയറ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബദിയടുക്ക സാംസ്കൃതിക ഭവനിൽ മലബാർ ദേവസ്വം ബോർഡിലെ പുതിയ മെമ്പർ AK ശങ്കർ ആദൂരിനെ അനുമോദിച്ചു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR ಅಂಬೇಡ್ಕರ್ ಅಂತಿನಂಚಿನ ಒಂಜಿ ಸಂವಿಧಾನದ ನಮ್ಮ ಇನಿ ಮೂಲೆ ಗುಂಪಾವಂದೆ ಇಡೀ ರಾಜ್ಯಕ್ಕೆ ನಮ್ಮ ಪ್ರೇರಣೆ ಆಪಿನಂಚಿನ ಒಂಜಿ ವಿಷಯ ಅವು ನಡೆದುಕೊಂಡು ಆ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆ ಆಪನ್ನು ನಮಿಂಚಿಕೊಳ್ಳುವುದನ್ನು
ನಮ್ಮನ ಪಂಚಾಯತ್ ಒಂಜಿ ಅಧ್ಯಕ್ಷರಾದ ಎಂಕ್ ಸ್ಥಾನ ತಿಕ್ಕೋಣಂತ ಅವು ಅಂಬೇಡ್ಕರ್ನ ಸಂವಿಧಾನಡೆ ಆತಿಪ್ಪುಂಡು ಅಂಚನೆ ನಮ್ಮನ ಶಂಕರ ಅಣ್ಣಗ್ಲ ಇನಿ ಈ ಒಂಜಿ ಮಹತ್ವ ಅಂಚಿನಂಜಿ ಸ್ಥಾನ ತಿಕ್ಕೋಣಂತ ಅಂಬೇಡ್ಕರ್ ಬರಿನ ಸಂವಿಧಾನಡೆ ಆತಿಪ್ಪುಂಡು ನಮಕ್ ನಾನು ದುಂಬುಗ್ಲ ಎಡ್ಡೆ ರೀತಿದ ಒಂಜಿ ಸಂವಿಧಾನ ಅಭಿಮಾನ ತಿಕ್ಕಡನ್ನು ಪಂಡು ಪ್ರಾರ್ಥಿಸುವ ಒಂದು സമാജം പ്രസിഡന്റ് വസന്ത അജക്കോട് അധ്യക്ഷത വഹിച്ചു. ആനന്ദ കെ മൗവാർ മുഖ്യ പ്രഭാഷണം നടത്തി. രാമപ്പ മഞ്ചേശ്വരം, രാധാകൃഷ്ണ കെ ഉളിയത്തെടുക്ക, ഡി കൃഷ്ണദാസ്, അങ്കാര അജക്കോട്, ഗംഗാധര ഗോളിയടുക്ക, ഹരിശ്ചന്ദ്ര പുത്തികെ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബദിയടുക്ക SSC കോപ്പറേറ്റീവ് സൊസൈറ്റി റിട്ടയേർഡ് സെക്രട്ടറി ഡി ഗോപാലയെയും അനുമോദിച്ചു. സമാജം ജനറൽ സെക്രട്ടറി ശങ്കരാടി ദർബത്തടുക്ക സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുധാകര ബെള്ളിಗೆ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം ഒറുവങ്കരയിൽ സംഘടിപ്പിച്ച ചരിത്ര സദസ്സ് പുതിയ തലമുറയ്ക്ക് നവ്യാനുഭവമായി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഏരിയയിലെ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിച്ചു വരുന്ന ചരിത്ര സദസ്സ് CPIM ഒറുവങ്കര ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് നവ്യാനുഭവമായി മാറി. കയ്യൂർ രക്തസാക്ഷികളുടെ സമര തീക്ഷ്ണതയും രാവണീശ്വരം നെല്ലെടുപ്പ് സമരവും വിളക്കൊയ്ത്ത് സമരവും അച്ചാനൂർ ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ഭീകര വാഴ്ചയും പുതിയ തലമുറ കാതോർത്ത് കേട്ടു. ചരിത്ര സദസ്സ് പപ്പൻ കുട്ടമത്ത് ഉദ്ഘാടനം ചെയ്തു. ഒ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ബ്രാഞ്ച് സെക്രട്ടറി C രവി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഒ മോഹനൻ, കെ ശശി, N ദീപുരാജ്, മഹിളാ അസോസിയേഷൻ നേതാവ് തങ്കമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപന പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കട്ട ചന്ദ്രംപാറയിലെ ആലംകൂഡ്ലു ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവശക്തി മഹായാഗം 28, 29 തീയതികളിലായി നടക്കും. യാഗത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക ചടങ്ങുകൾ നടക്കും. യാഗത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് യാഗസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ ജീർണ അവസ്ഥ മാറ്റിയെടുത്ത് ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ആർട്ടിസ്റ്റ് PS പുണിഞ്ചിത്തായ അദ്ദേഹം ട്രസ്റ്റിയായ ഈ ക്ഷേത്രം നാട്ടുകാരുടെ ഒരു സമിതി, ജീർണോദ്ധാരണ സമിതി രൂപീകരിക്കുകയും കുറേ വർഷക്കാലമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് കുറേ വർഷക്കാലമായി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ വീണ്ടും ദേവപ്രശ്ന ചിന്ത വെച്ച പ്രകാരം അവിടെ ദുർഗാദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ദുർഗാദേവിയെ കൂടി ഇപ്പോൾ ആരാധിച്ചു പോരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുമാണ് ഒരു ശിവശക്തി, ദുർഗയെയും ശിവനെയും ആരാധിച്ചു പോരുന്ന, രണ്ടുപേരെയും ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു യാഗം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചത് പ്രകാരം ഈ വരുന്ന 28, 29 തീയതികളിലായിട്ട് അവിടെ ഒരു ശിവശക്തി മഹായാഗം എന്ന രീതിയിൽ ഒരു യാഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 27-ാം തീയതി രാവിലെ 11 മണിക്ക് തൊട്ടടുത്തുള്ള ചന്ദ്രംപാറ എന്ന സ്ഥലത്ത് നിന്നും കലവറ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ 28-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭജന പരിപാടി, വിവിധ ഭജന സംഘങ്ങൾ അവതരിപ്പിക്കുന്ന ഭജന പരിപാടികളും അതോടൊപ്പം നടത്തുന്നുണ്ട്. യാഗ ജനറൽ കൺവീനർ PR സുനിൽ, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി അധ്യക്ഷൻ P സീതാരാമ റാവു, ട്രഷറർ രാമചന്ദ്ര വോർക്കുഡ്ലു, യാഗ പബ്ലിസിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ഉപാധ്യക്ഷൻ രവിശങ്കർ വോൾത്താജെ, കൺവീനർ ജയറാം കോട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയയ്ക്ക് ഉത്സവ നിറവേകി മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് സീസൺ 2 പുരോഗമിക്കുന്നു. മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ സ്ഥലത്താണ് കാഴ്ചകളുടെ വിസ്മയമൊരുക്കി ട്രേഡ് ഫെസ്റ്റ് നടക്കുന്നത്.
മുള്ളേരിയ ബിസിനസ് അസോസിയേഷന്റെ നേതൃത്വത്തിലൊരുക്കിയ മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് സീസൺ 2 വൈവിധ്യമാർന്ന പ്രദർശനങ്ങളിലൂടെയും കലാസാംസ്കാരിക പരിപാടികളിലൂടെയും കാഴ്ചക്കാരുടെ മനസ്സ് നിറയ്ക്കുന്നു. മുള്ളേരിയ ടൗണിന്റെ ഹൃദയഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ സ്ഥലത്താണ് വിസ്മയ കാഴ്ചകളുമായി ഫെസ്റ്റ് നടക്കുന്നത്. കുട്ടികൾക്കായുള്ള മനോഹരമായ അമ്യൂസ്മെന്റ് പാർക്കുകൾ, കാർഷിക യന്ത്രമേള, കൊതിയൂറും വിവിധതരം ഭക്ഷണ സ്റ്റാളുകൾ, വിവിധയിനം ഷോപ്പിംഗ് സ്റ്റാളുകൾ തുടങ്ങിയവ ഫെസ്റ്റിലെത്തുന്നവരുടെ മനം കവരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ ഉൾക്കൊള്ളുന്ന വിസ്മയ രാവുകൾ മുള്ളേരിയയ്ക്ക് ഉത്സവ നിറവാണേകുന്നത്. മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് സീസൺ 1 വളരെ വിജയകരമായി നടന്നിരുന്നു. അതേപോലെ തന്നെ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സീസൺ 2 നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബർ 21 മുതൽ 27 വരെ മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റ് നല്ല രീതിയിൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ട് ആകർഷണീയമായ ജനങ്ങളും അമ്യൂസ്മെൻറ്റ് പാർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. 21 മുതൽ ആരംഭിച്ച ഫെസ്റ്റിൽ ഓരോ ദിവസം കഴിയുന്തോറും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്രിസ്മസ് അവധിയായതിനാൽ കുട്ടികളും കുടുംബങ്ങളുമെല്ലാം ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നു. ഫെസ്റ്റ് 27-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സപര്യ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ നടന്നു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡുമായി ബന്ധിപ്പിച്ച് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് മേൽനടപ്പാത മാതൃകയിൽ മേൽനടപ്പാത പണിയണമെന്ന സപര്യ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ ആവശ്യപ്പെട്ടു. മേൽനടപ്പാത പണിയാനുള്ള നടപടി സ്വീകരിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തികളെ അനുമോദിച്ചു. രാഷ്ട്രകവി മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കവിത പുരസ്കാരം നേടിയ പ്രേമചന്ദ്രൻ ചോമ്പാല, EV ജയകൃഷ്ണൻ, ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ ലേഖ കാദംബരി, നൃത്തപ്രതിഭ ദിൽന ദിലീപ് എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, ആനന്ദകൃഷ്ണൻ എടച്ചേരി, പ്രാപ്പോയിൽ നാരായണൻ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, ശ്രീജിത്ത് ചീമേനി, അനിൽകുമാർ പട്ടേന, അജിത് പാട്യം, വരദൻ പുല്ലൂർ, ദിലീപ് നായർ കുണ്ടാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അച്ചാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1940 ആരംഭിച്ച അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നാളിതുവരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു. അഡ്മിഷൻ രജിസ്റ്ററിലെ 6ാം നമ്പർ വിദ്യാർത്ഥി നവതി പിന്നിട്ട കൃഷ്ണൻ ആയത്താർ മുതൽ 2023 വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വരെ കുടുംബവും ഒന്നിച്ച് ഒത്തുചേർന്നത് തലമുറകളുടെ സംഗമമായി മാറി. ആദ്യകാല ഗുരുനാഥന്മാരായ കുഞ്ഞുമ്പു മാസ്റ്റർ, ശ്യാമള ടീച്ചർ, പുഷ്പ ടീച്ചർ, മണി ടീച്ചർ, ബഷീർ അഹമ്മദ് മാസ്റ്റർ എന്നിവർക്കൊപ്പം K മഹേഷ് കുമാർ, P രാജീവൻ എന്നീ അധ്യാപകരും ആദ്യ അവസാനം സന്നിഹിതരായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ കുടുംബസംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ അഭിമാനമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളായ MM നാസർ, ഡോക്ടർ CH ഇബ്രാഹിം എന്നിവരെ A ഹമീദ് ഹാജി അനുസ്മരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K രവീന്ദ്രൻ, അശോകൻ ഇട്ടമ്മൽ, ഇബ്രാഹിം മാവിക്കൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ V മോഹനൻ, പാലായി കുഞ്ഞബ്ദുള്ള ഹാജി, M ഹമീദ് ഹാജി, സ്കൂൾ വികസന സമിതി ചെയർമാൻ K രാജൻ, കൺവീനർ AP രാജൻ, CH അഷ്റഫ്, PTA പ്രസിഡന്റ് ജാഫർ പാലായി, മദർ PTA പ്രസിഡന്റ് രമ്യ സുനിൽ, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, മുൻ PTA പ്രസിഡന്റ് KG സജീവൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് K മണികണ്ഠൻ, രജനീഷ്, ഹാജര ടീച്ചർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് കാറ്റാടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുമാരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KTM ബൈക്ക് കവർന്ന 2 പേരെ സാഹസികമായി പിടികൂടി മഞ്ചേശ്വരം പോലീസ്. കോളിയടുക്കം ലക്ഷം വീടിലെ അബ്ദുൽ ബാസിത്ത്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. മടിക്കൈ വയൽത്തോടിന് പുനർജന്മം. ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ക്യാമ്പയിൻ ആരംഭിച്ചു. കാനത്തൂർ ശ്രീ നാൽവർ ദൈവസ്ഥാന കളിയാട്ട മഹോത്സവം ഡിസംബർ 27 മുതൽ ജനുവരി 2 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി.
മധൂർ ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം രഥയാത്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം ചേർന്നു. കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസും 11 ദിവസത്തെ മതപ്രഭാഷണവും ജനുവരി 1 മുതൽ 12 വരെ ഉറൂസിനായി നടത്തിവരുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. സബരിയ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ നടന്നു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.